വീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജാസ്മിൻ. ഇന്ന് നമ്മൾ ബ്ലൗസിന്റെ സൈസ് ചാർട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുർത്തിയുടെ കാണിച്ചിട്ടുണ്ടായിരുന്നു, സൈസ് ചാർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ബ്ലൗസിന്റെ കാണിക്കാന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലൗസിന്റെയാണ് ചാർട്ട് നോക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് ബ്ലൗസ് വെച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനുശേഷം സൈസ് കാണിക്കാം, ഈ ചാർട്ട് കാണിക്കാം. ഇത് ലാസ്റ്റ് ഞാൻ ഫോട്ടോ ആയിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, അത്ര ക്ലിയറും ഉണ്ടാവില്ല. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു ഫോട്ടോ ആയിട്ട് ഇത് കാണിച്ചു തരാം ചാർട്ട്. നമ്മൾ കുർത്തി തയ്ക്കുന്ന പോലെയല്ല ബ്ലൗസ്. കുർത്തിനേക്കാളും സൈസ് ചെറുതാണെങ്കിലും ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഉള്ള ഒരു സംഭവമാണ് ബ്ലൗസ് എന്ന് പറയുമ്പോൾ. ബ്ലൗസിന് നമ്മൾ ഇപ്പോൾ ഏതൊരു കസ്റ്റമർ ആയാലും 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്ന കസ്റ്റമേഴ്സ് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ഏത് തയ്യലുകാരോട് ചോദിച്ചാലും ഒരു 90-95% ആവുള്ളൂ. പിന്നെ അത്രയും പ്രാക്ടീസും അത്രയും ഒരു അറിവ് നമുക്ക് ബ്ലൗസിൻ്റെ ആ സ്റ്റിച്ചിങ്ങിലും കട്ടിങ്ങിലും ഒക്കെ ഉണ്ടെങ്കിലാണ് 100% പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രാക്ടീസ് വേണം. ബ്ലൗസ് തയ്ച്ച് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലേ നമുക്കത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ഈ ഒരു മെഷർമെൻറ്റ് ചാർട്ട് ഇതിപ്പോൾ പക്ക കറക്റ്റ് മെഷർമെൻ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ ബോഡിയും വ്യത്യാസമാണ്. അത് പലപ്പോഴായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ഒരാളുടെ നിന്ന് മെഷർമെൻ്റ് എടുത്താൽ തന്നെ കറക്റ്റായിട്ട് ഫിറ്റിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതൊരു കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ തയ്ച്ച് പഠിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് അങ്ങനെ മെഷർമെൻറ്റ് കിട്ടാൻ നിവൃത്തിയൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ഓരോ അളവ് നമ്മൾ ഇതേപോലെ തയ്ച്ച് പഠിച്ച് ചെയ്തു കൊടുക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ബ്ലൗസ് തയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അതൊരു കാര്യം. എന്നാലും ഈ ഒരു ചാർട്ട് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ, ഒരു ഇതൊക്കെ പെർഫെക്റ്റ് ആവും. ഇപ്പോൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കട്ട് ചെയ്യാണ് നല്ലത്. കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരേപോലെ നെക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ ഡീപ്പ് നെക്ക് ആക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻസ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫ്രണ്ടും ബാക്കും വേറെ കട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ബ്ലൗസിൻ്റെ കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ പറയാം. ഒന്ന് നമുക്ക് വരിക ഈ ഒരു നെക്കിൻ്റെ അവിടെയാണ്. നെക്ക് ഇങ്ങനെ മലന്നു പോകുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് നെക്കിൻ്റെ ഇതിൽ വരിക. ഒന്നുകിൽ ഇങ്ങനെ മലന്നു പോവും, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കൂടി വരും. ഈ ഒരു ഷോൾഡർ എടുക്കുന്ന ഒരു പ്രശ്നമാണ് അത്. ഒന്നുകിൽ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങിപ്പോവും. പിന്നെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തുണി കൂടുതലായിട്ട് വരും, ഇവിടെ ഇങ്ങനെ ചുളിവ് വരും, അതാണ് പറയുക. പിന്നെ കൂടുതൽ വരുന്ന പ്രശ്നമുള്ളത് ഈ ടക്ക് ഇടുന്ന ഭാഗത്താണ്. ഒന്നുകിൽ നമുക്ക് ഈ കപ്പിൻ്റെ ഉള്ളിലാണ് നിപ്പിൾ സൈഡ് ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ടത്. ചിലർക്ക് അതിങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോവും, ചിലർക്ക് കയറിപ്പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ടക്ക് ഇടുന്നതിൽ വരുന്ന പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സൊല്യൂഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ ഷോൾഡർ കൊടുക്കുന്നതിൽ, ഷോൾഡറും ആം ഹോളും കൊടുക്കുന്നതിലാണ് ബ്ലൗസിൻ്റെ ഫിറ്റിങ് വരിക. നമുക്കിവിടെ ഇങ്ങനെ ലൂസായി കിടന്നു കഴിഞ്ഞാൽ ബ്ലൗസ് ഒന്നിനും കൊള്ളില്ല. അപ്പോൾ ഈ ഷോൾഡർ എടുക്കുന്നതിനനുസരിച്ച് നമുക്കിവിടെ ഡീപ്പ് നെക്ക് നമ്മൾ നന്നായി ഡീപ്പാക്കിയിട്ട് നെക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഇത് കുറയ്ക്കണം, ഈ ഒരു വിഡ്ത്ത് കുറയ്ക്കണം. നമ്മൾ ടോട്ടൽ എടുക്കുന്ന ഷോൾഡർ ഇല്ലേ, അത് ഞാനിപ്പോൾ സൈസ് വെച്ചിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ 40 അളവ് വെച്ചിട്ട് പറയാം. ഇപ്പോൾ നോർമലി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അത്യാവശ്യം ചെസ്റ്റ് സൈസ് ഉണ്ടാവും. അപ്പോൾ ഒരു 40 വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 32 ആണ് വേസ്റ്റ് എടുക്കുക. നേരെ മറിച്ച് നമ്മൾ കുർത്തിയൊക്കെ ആണെങ്കിൽ ഒരു 38, 37 അത്രയൊക്കെ കൊടുക്കുന്നുണ്ടാവുള്ളൂ. പക്ഷെ ബ്ലൗസ് ആകുമ്പോൾ നല്ലപോലെ ടൈറ്റ് ആവണം, അതുകൊണ്ടാണ് 32 കൊടുത്തിട്ടുള്ളത്. ഇനി ഷോൾഡർ 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ബാക്കിൽ നെക്ക് നല്ല ഡീപ്പ് നെക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ 5.25 കൊടുത്താൽ മതിയാവും കേട്ടോ. 40 ആണെങ്കിൽ പോലും നമ്മൾ അത്രയും കൊടുത്താൽ മതി. ഞാനിവിടെ അതുകൊണ്ടാണ് ഷോൾഡർ ഇവിടെ കുറച്ച് എഴുതിയിട്ടുള്ളത്. നമ്മൾ ഡീപ്പ് നെക്ക് കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ ഷോൾഡർ കുറച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ നെക്കിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ആം ഹോൾ എപ്പോഴും നമ്മൾ ഷോൾഡറും ആം ഹോളും ഒന്നായിട്ടാണ് കൊടുക്കുക. പിന്നെ ബ്ലൗസിൽ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിലേ ബ്ലൗസ് നമ്മൾ ആം ഹോൾ ഇങ്ങനെ വരയ്ക്കില്ല. ആം ഹോൾ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് എത്രയാണോ ഇവിടെ ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ കൊടുക്കുന്നത് ആ അളവിൽ തന്നെ നമുക്ക് ആം ഹോൾ വരച്ച് നിർത്തണം. ഇവിടെ എക്സ്ട്രാ
ക്ലോത്ത് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ ആം ഹോൾ കൊണ്ടുപോകരുത്. അപ്പോൾ കൂടുതൽ പ്രശ്നമാവും. നമുക്ക് എവിടെയാണോ ചെസ്റ്റ് സൈസ് വരുന്നത് അവിടെ തന്നെ നമ്മുടെ ആം ഹോൾ നിർത്തണം. അത് കട്ടിങ്ങിലാണ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ വേറൊരു ദിവസം കട്ടിങ് കാണിക്കാം കേട്ടോ. ഈ കൈയുടെ ഈ ഭാഗത്ത് നമുക്ക് തുണി ചുളുങ്ങി കിടക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഷോൾഡർ എടുക്കുന്നതും കൈയിൻ്റെ ഇവിടെ ഒന്ന് ഒരു കുഴിച്ച് വെട്ടുന്ന ഒരു 1/2 ഇഞ്ചോളം നമുക്ക് കുഴിച്ച് വെട്ടുന്ന, 2 സൈഡും കൈയിൻ്റെയും ഫ്രണ്ട് സൈഡ് വെട്ടണം, ഈ ഒരു സൈഡും കുഴിച്ച് വെട്ടണം. ആ ഒരു പ്രശ്നമാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ചുളുങ്ങി കിടക്കുക. പിന്നെ ഈ ബാക്കിലോട്ട് നമ്മൾ നെക്ക് കൊടുക്കുന്നതിനനുസരിച്ചും ഇവിടെ സ്ലോപ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഇവിടേക്കൊരു വലിവ് ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഇനി നമ്മൾ ടക്ക് ഇടുന്നത്, ടക്ക് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഷോൾഡർ ടു ബസ് പോയിന്റ് ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 40 സൈസ് ആണെങ്കിൽ ഷോൾഡർ ടു ബസ് പോയിന്റ് ഒരു 11 ഇഞ്ചോളൊക്കെ വേണ്ടി വരും. അതിപ്പോൾ എത്ര വണ്ണം കുറവുണ്ടെങ്കിലും കൂടുതലാണെങ്കിലും ഈ ഒരു 40 സൈസിന് 11 ഇഞ്ചൊക്കെ മതിയായിരിക്കുമേ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെയും അളവ് കൊടുത്തിട്ടുണ്ട്. ബസ് പോയിന്റ് ടു ബസ് പോയിന്റ് എത്രയാണ് കൊടുക്കേണ്ടത്, അങ്ങനെ ടക്ക് ഇടുമ്പോൾ നമ്മൾ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ എത്രയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ കറക്റ്റ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബ്ലൗസിൻ്റെ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകളൊക്കെയാണ് ഇത്. നെക്കിൻ്റെ അവിടുത്തെ പ്രശ്നവും ഈ കൈ ചുളിഞ്ഞ് കിടക്കുന്നതൊക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കൂ കേട്ടോ. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ ഫോട്ടോ ആയിട്ട് ഇടാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, ഒരുവിധമൊക്കെ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ കൊടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.